അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെറിയൊരു ഓണാഘോഷം കണ്ടാലോ. അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പാത്തതിന് കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് മുല്ലപ്പൂവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഞാനും ഒരു ധാവണി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധാവണിയൊക്കെ സെറ്റ് ചെയ്ത് കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായത്. അത് കണ്ടപ്പോൾ ഡയറ്റിനെ കുറിച്ച് ചിന്തിച്ചെങ്കിലും പിന്നെ സദ്യയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ഡയറ്റ് ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മളെല്ലാം റെഡിയായി ഓണാഘോഷം നടക്കുന്ന ഈ ഒരു റിസോർട്ടിലോട്ട് പോയി. ഇവിടെ വെച്ചിട്ടായിരുന്നു ഈ വർഷത്തെ ഓണം. സൗദിയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാമിന് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ജാനകി അമ്മയുടെ സൗണ്ടിൽ ഒരു പാട്ട് അങ്ങനെ പാട്ട്, ഡാൻസ്, മിമിക്രി അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കാത്തിരുന്നത് ഈ ഒരു കലാപരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഈ ഒരു കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ സദ്യയായിരുന്നു. അങ്ങനെ സദ്യ കഴിച്ചതിന് ശേഷം അവിടെ ഒരുപാട് മത്സരങ്ങളും കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നെങ്കിലും കുഞ്ഞിപ്പാത്തു അവളുടെ സ്വന്തം പരിപാടികളുമായിട്ട് തിരക്കിലായിരുന്നു. ഓണപരിപാടികളെല്ലാം കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ബിസ്ക്കറ്റ് കഴിക്കുന്ന മത്സരം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ്റെ മോനും പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ബിസ്ക്കറ്റ് തറയിൽ പോയി വിജയകരമായി പരാജയപ്പെട്ട് അവൻ ഇങ്ങ് പോന്നു. കുറേ ടീമുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഫൈനലിൽ ഈ മത്സരത്തിനുള്ള ഗപ്പ് ഈ ചേട്ടൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് പാവയ്ക്ക കഴിക്കലായിരുന്നു. അതും എല്ലാവരും കാര്യമായിട്ട് ചിപ്സ് കഴിക്കുന്നത് പോലെ പാവയ്ക്ക കഴിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരത്തെ കലാപരിപാടികൾക്കൊക്കെ ശേഷം അങ്ങനെ കസേരകളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മുടെ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ്റെ മോനുണ്ടായിരുന്നു. അങ്ങനെ കുറേ കടാകടിയന്മാരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ചെക്കൻ അങ്ങനെ കുറേ റൗണ്ടൊക്കെ അവൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇതിലും ശാസ്ത്രീയമായി തന്നെ പരാജയപ്പെട്ടു. അങ്ങനെ എല്ലാവരും പുറത്തായി. അവസാനം 2 പേര് മാത്രമായി. ഇതിനിടയിൽ അവരിത് കസേര കളിയാണെന്ന് മറന്നു പോയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് പുഷപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ലേഡീസിൻ്റെ കസേരകളി ഉണ്ടായിരുന്നു. ഇതിനെ നമ്മുടെ ടീമിനെ പ്രതിനിധീകരിച്ച് പോയത് ജർഷിക്കുട്ടിയായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. അവൾ അവസാനം വരെ ഉണ്ടായിരുന്നു. അവസാനം സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവേലിയുടെ വരവായിരുന്നു. അങ്ങനെ പാതാളത്തു നിന്ന് വന്ന മാവേലിയോട് കുറച്ച് നേരം കുശലം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് മാവേലി നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. ഈ മാവേലി വന്ന പാതാളം നമ്മുടെ ആറ്റിങ്ങല്ല, നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് പറയുമല്ല, നല്ല ലുക്ക് മാവേലിയായിരുന്നു. അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ മാവേലിയുടെ കൂടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന മത്സരം സുന്ദരിക്ക് പൊട്ടത്തൊടലായിരുന്നു. ഇവിടെയും നമ്മുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അവൻ കറക്റ്റായിട്ട് തന്നെ കൊണ്ടുവന്ന് നമ്മുടെ സുന്ദരി ഹണി റോസിന് കണ്ണിൽ ഒരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇതിനെൻ്റെ കെട്ടിയോനെ വിട്ടാൽ മതിയായിരുന്നു എന്ന്. എങ്കിൽ പുള്ളി ഇത് പൊളിച്ചനെ. ഇനി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രതിനിധി ഇവിടെ വന്നിരിപ്പായി. ഉത്സവത്തിന് നാടകം കാണാനിരിക്കുന്നത് പോലെ 2 പേരും കൂടി ഇരിക്കുന്നത് ഉറിയടി കാണാനായിരുന്നു. ആളവിടെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ നോക്കിയപ്പോൾ കണ്ടില്ല. നോക്കിയപ്പോൾ കണ്ണെല്ലാം കെട്ടിയിട്ട് തടിയും വടിയൊക്കെ ആയിട്ട് ഉറിയടിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഉറിയടിയാവും വിജയകരമായി പൂർത്തിയാക്കി. അടുത്തത് വടംവലിയായിരുന്നു.
പിന്നെ എൻ്റെ കെട്ടിയോൻ്റെയും ടീമിൻ്റെയും വടംവലിയോടുകൂടി മത്സരങ്ങൾക്കെല്ലാം സമാപനമായി. അത് കഴിഞ്ഞ് പിന്നെ ഗാനമേളയായിരുന്നു. ഗാനമേളയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ആ ടൈമിൽ എൻ്റെ കെട്ടിയോനും കുട്ടിയും വെള്ളത്തിലായിരുന്നു. പിന്നെ അവരെങ്ങനെ കരകയറ്റാം എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. അങ്ങനെ എങ്ങനെയെങ്കിലും അവരെയും കരയ്ക്ക് കയറ്റി. വടംവലിക്കുള്ള പ്രൈസ് വാഴക്കൊലയായിരുന്നു. അങ്ങനെ വാഴക്കൊലയും വാങ്ങി അതൊന്ന് കുറച്ച് പഴവും കഴിച്ചിട്ട് നമ്മൾ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു ഓണാഘോഷം. താങ്ക്